ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി നിരോധിക്കപ്പെട്ട അനുസരണം രണ്ടാക്കി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാളെ അനുസരിക്കൽ, അത് ശിർക്കാണ്. രണ്ട്, ഹലാല് ഹറാം നിശ്ചയിക്കാനുള്ള അധികാരം ഇയാൾക്കില്ല, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഹറാമ് തന്നെയാണ്, പക്ഷെ ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞതുകൊണ്ട് മറ്റെന്തെങ്കിലും സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹറാമ് ചെയ്യാൻ അനുസരിച്ചാൽ അവൻ മാസിയത്ത് ചെയ്യുകയായി. അപ്പോൾ ശിർക്കായ അനുസരണമുണ്ട്, മാസിയത്തായ അനുസരണമുണ്ട്. ശിർക്കായ അനുസരണം ഹലാലും ഹറാമും നിശ്ചയിക്കാനുള്ള അധികാരം അവർക്കുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുമ്പോഴാണ്. മാസിയത്താകുന്ന എപ്പോഴാണ്? അള്ളാഹു ഹറാമാക്കിയതാണെന്ന് അറിഞ്ഞിട്ടും അത് അള്ളാഹു ഹറാമാക്കിയതാണെന്ന് തന്നെ വിശ്വസിക്കുകയും ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇയാൾക്ക് ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരമൊന്നും ഇല്ല എങ്കിലും അയാളുടെ കൂടെ കൂടിയിട്ട് ദേഹേച്ഛക്ക് അടിമപ്പെട്ടുകൊണ്ട് അനുസരിക്കാം. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ കുടിച്ച് ഹറാം ചെയ്യും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിച്ചു കൊണ്ട് ഹറാം ചെയ്യും. അത് ഹറാമാണെന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ്. ഇങ്ങനെ അനുസരണയെ രണ്ടാക്കേണ്ടതുണ്ട്.